സൊല്യൂഷൻസ് എന്ന പാഠത്തിന്റെ 8ാം ഭാഗത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്താണെന്ന് പറയുന്നതിന് മുൻപ് വേപ്പർ പ്രഷർ എന്താണെന്ന് മെമ്മറൈസ് ചെയ്യുന്നത് നന്നായിരിക്കും. വേപ്പർ പ്രഷറിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. എങ്കിലും ഒന്നുകൂടി ഈ ടോപ്പിക്കിന് വളരെ അത്യാവശ്യമാണ്. ഒന്നുകൂടി വേപ്പർ പ്രഷർ എന്താണെന്ന് പറയാം. അന്ന് ഒരു ബോട്ടിലിൽ ലിക്വിഡ് ഒക്കെ എടുത്താണ് ഞാൻ പറഞ്ഞത്. വീണ്ടും ഞാൻ ആ ബോട്ടിൽ തന്നെ എടുക്കുകയാണ്. ആ ബോട്ടിലിൽ ഞാൻ ലിക്വിഡ് എടുത്തിട്ടുണ്ട്. ഇതൊരു ക്ലോസ്ഡ് ബോട്ടിലാണ്. ലിക്വിഡ് മോളിക്യൂൾസ് ലിക്വിഡ് സർഫസിൽ നിന്ന് ഇവാപറേറ്റ് ചെയ്യുന്നു. ഇവാപറേറ്റ് ചെയ്ത് കുറേ വേപ്പേഴ്സ് ആയി കഴിയുമ്പോൾ, കുറേ ലിക്വിഡ് മോളിക്യൂൾസ് വേപ്പേഴ്സ് ആയി കഴിയുമ്പോൾ ഈ വേപ്പർ ഇക്വിലിബ്രിയത്തിലാകും. വേപ്പർ ലിക്വിഡ് സർഫസുമായിട്ട് ഇക്വിലിബ്രിയത്തിലാകും. അപ്പോൾ ഈ വേപ്പർ ഈ ലിക്വിഡിന്റെ സർഫസിൽ കൊടുക്കുന്ന പ്രഷറിനെയാണ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ വേപ്പർ ഓവർ ദിസ് ലിക്വിഡ് സൊല്യൂഷൻ ഈസ് കോൾഡ് വേപ്പർ പ്രഷർ ആൻഡ് ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് കണ്ടെയ്നർ ആൻഡ് ദിസ് വേപ്പർ പ്രഷർ ഈസ് കോൺസ്റ്റന്റ് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ഫോർ എ ഗിവൺ ലിക്വിഡ്. ടെമ്പറേച്ചർ മാറുന്നതെങ്കിൽ വേപ്പർ പ്രഷറിന് മാറ്റമൊന്നുമില്ല. ഇതാണ് വേപ്പർ പ്രഷർ. ഇനി വേപ്പർ പ്രഷർ ഒരു സൊല്യൂഷനാണോ കൂടുതൽ, അതോ ഒരു സോൾവെന്റിനാണോ കൂടുതൽ? സാധാരണഗതിയിൽ ഇവാപറേഷൻ എവിടെ നിന്നാണ് നടക്കുന്നത്? സർഫസിൽ നിന്നാണ് നടക്കുന്നത്, അടിയിൽ നിന്നൊന്നും അല്ല നടക്കുന്നത്. കൂടുതൽ എനർജിയുള്ള മോളിക്യൂൾസ് ആണ് ഇവാപറേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു സോൾവെന്റ് എടുക്കുമ്പോൾ അതിനകത്ത് സോൾവെന്റ് മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ ഒരു സോൾവെന്റ് എടുത്ത് വെച്ചിരിക്കുകയാണ്. സപ്പോസ് ദിസ് ഈസ് എ ക്ലോസ്ഡ് കണ്ടെയ്നർ. ഇതൊരു ക്ലോസ്ഡ് കണ്ടെയ്നർ ആണെന്ന് വിചാരിക്കുക. എങ്കിലാണെങ്കിൽ നമുക്ക് വേപ്പർ പ്രഷർ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു ക്ലോസ്ഡ് കണ്ടെയ്നർ ആണ് എങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ സോൾവെന്റ് മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സോൾവെന്റ് മോളിക്യൂൾസ് ഇവാപറേറ്റ് ചെയ്യും. ആ വേപ്പേഴ്സ് ഈ ലിക്വിഡിന്റെ സർഫസിലേക്ക് പ്രഷർ കൊടുക്കും. ഇനി ഈ സോൾവെന്റിലേക്ക് ഞാനൊരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുകയാണ്. അത് ഉപ്പോ പഞ്ചസാരയോ അല്ലെങ്കിൽ യൂറിയോ എന്ത് വേണമെങ്കിലും ആകാം. ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്യുമ്പോൾ ആദ്യം 100 മോളിക്യൂൾസ് സോൾവെന്റ് മോളിക്യൂൾസ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തതിന് ശേഷം സർഫസിൽ 100 സോൾവെന്റ് മോളിക്യൂൾസിനുള്ള സ്പേസ് കാണുമോ? ഇല്ല. പകരം അവിടെ ആരും കൂടി ഒക്യുപ്പൈ ചെയ്യും? സൊല്യൂട്ട് പാർട്ടിക്കിൾസ് കൂടി ഒക്യുപ്പൈ ചെയ്യും. ഞാൻ അവിടെ ഒരു കുറച്ച് സ്പേസ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഒക്യുപ്പൈ ചെയ്തു. ആദ്യം 100 മോളിക്യൂൾസ് സോൾവെന്റ് മോളിക്യൂൾസ് ഇവാപറേറ്റ് ചെയ്ത സ്ഥലത്ത് ഇപ്പം എത്ര മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ? ഒരു 70 മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും വേപ്പറൈസ് ചെയ്യുന്ന മോളിക്യൂൾസിന്റെ എണ്ണം കുറയും. വേപ്പറൈസ് ചെയ്യുന്ന മോളിക്യൂൾസിന്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള എന്ത് കുറയും? വേപ്പർ പ്രഷർ കുറയും. സോ ദ ഡിക്രീസ് ഇൻ വേപ്പർ പ്രഷർ അറൈസസ് ഡ്യൂ ടു, എന്തുകൊണ്ടാണ് ഡിക്രീസ് ഇൻ വേപ്പർ പ്രഷർ ഉണ്ടായത്? ആരുടെ പ്രസൻസ് ആണ്? സോൾവെന്റിൽ ഇല്ല, പക്ഷെ സൊല്യൂഷനിലുണ്ട്. എന്താണത്? സൊല്യൂട്ട് പാർട്ടിക്കിൾസ്, നമ്പർ ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. സോ such properties that depend on the number of solute particles and not on their nature. ഞാൻ പറഞ്ഞു എന്ത് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് വേണമെങ്കിലും ഇങ്ങോട്ട് ആഡ് ചെയ്യാം. ഏത് നോൺ വോളറ്റൈൽ സൊല്യൂട്ട്, അത് യൂറിയ ആകാം, ഉപ്പാകാം, പഞ്ചസാരയാകാം, കെയിൻ ഷുഗർ ആകാം, ഏത് ആഡ് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ നേച്ചറിനെ അത് ബാധിക്കുന്നതേ ഇല്ല. പക്ഷെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? അതിന്റെ നമ്പറിനെ, നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ്, ആ ക്വാണ്ടിറ്റിയെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നു. അത്തരം പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ദാറ്റ് ഈസ് കോൾഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഓക്കെ, സോ ദ ഡെഫിനിഷൻ ഈസ് പ്രോപ്പർട്ടീസ് which depend on the number of solute particles and not on their nature are called കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ടെക്സ്റ്റിന്റെ ഡെഫിനിഷനിൽ ഒരു സെന്റൻസ് കൂടി ചേർത്തിട്ടുണ്ട്. റിലേറ്റീവ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ അപേക്ഷിച്ച് സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ എണ്ണം എത്രയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് മാറുന്ന പ്രോപ്പർട്ടീസ് എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത് കേട്ടോ. അപ്പൊ 4 കൊളിഗേറ്റീവ് എന്ന വാക്കില് കോ എന്ന ലാറ്റിൻ വാക്കിൽ നിന്ന്, കോ എന്ന വാക്കിന്റെ മീനിങ് ടുഗദർ എന്നാണ് ലാറ്റിനില്. ലിഗാർ എന്ന വാക്കിന്റെ അർത്ഥം ടു ബൈൻഡ് എന്നാണ്. ഈ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ദ ഫസ്റ്റ് വൺ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. സെക്കൻഡ് വൺ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. തേർഡ് വൺ, depression of freezing point, and fourth one, osmotic pressure. Okay, first colligative property എന്താണെന്ന് നമുക്ക് നോക്കാം. relative lowering of vapor pressure. ഇവിടെ നമ്മൾ റൗൾസ് ലോ എന്താണെന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. എന്താണ് റൗൾസ് ലോ?
The vapor pressure of any volatile component is directly proportional to its മോൾ ഫ്രാക്ഷൻ. അതാണ് റൗൾസ് ലോ പറയുന്നത്. അപ്പൊ നമ്മളൊരു സൊല്യൂഷനിന്റെ കേസിൽ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത ഒരു സൊല്യൂഷന്റെ റൗൾസ് ലോ എന്താണെന്ന് നമ്മൾ കണ്ടു അല്ലേ. അവിടെ വേപ്പർ പ്രഷർ, ആ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? അതില് സോൾവെന്റിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. കാരണം സൊല്യൂട്ട് എന്താണ്? നോൺ വോളറ്റൈൽ ആണ്. അത്തരം കേസുകളിൽ അതിന്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ആരുടെ മോൾ ഫ്രാക്ഷന് പ്രൊപ്പോർഷണൽ ആണ്? അതിന്റെ സോൾവെന്റിന്റെ മോൾ ഫ്രാക്ഷന് പ്രൊപ്പോർഷണൽ ആണ്. നമ്മളിവിടെ പരിഗണിക്കുന്നത് ഒരു സൊല്യൂഷൻ ആണ് അല്ലെ. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത ഒരു സൊല്യൂഷൻ ആണ്. അപ്പം അതിന്റെ റൗൾസ് ലോ പ്രകാരം അതിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? പാർഷ്യൽ പ്രഷർ P1 ഈസ് ഈക്വൽ ടു P10 ഇൻറ്റു x1. എന്താണ് P10? വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ കമ്പോണന്റ്. ആ പ്യുവർ കമ്പോണന്റിന്റെ വേപ്പർ പ്രഷർ ആണ് P10. ഇവിടെ നമ്മൾ 1 എന്നുള്ളത് നമ്മൾ സോൾവെന്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, 2 എന്നുള്ളത് സൊല്യൂട്ട് ആയിട്ടുമാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് ഇക്വേഷൻ എങ്കിൽ ഇനി സൊല്യൂഷൻ ആണോ വേപ്പർ പ്രഷർ കൂടുതൽ, സോൾവെന്റിനാണോ വേപ്പർ പ്രഷർ കൂടുതൽ? യെസ്, സോൾവെന്റിനാണ് അല്ലെ വേപ്പർ പ്രഷർ കൂടുതൽ. അപ്പൊ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ നമ്മളൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം? എന്തുമാത്രം കുറഞ്ഞു എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? എന്ത് ചെയ്താൽ മതി? സോൾവെന്റിന്റെ വേപ്പർ പ്രഷറിൽ നിന്ന്, സപ്പോസ് സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ 200 മില്ലിമീറ്റർ മെർക്കുറി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷന്റെ 200 വരുമോ? അതിൽ കുറവായിരിക്കില്ലേ? അപ്പൊ എന്ത് ചെയ്യണം? സോൾവെന്റിന്റെ വേപ്പർ പ്രഷറിൽ നിന്ന് സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കുറയ്ക്കണം. ഓക്കെ, ദാറ്റ് ഈസ് ഡെൽറ്റ പി, ദാറ്റ് ഈസ് ഡിക്രീസ് ഇൻ വേപ്പർ പ്രഷർ ആണ്. ചേഞ്ച് ഇൻ വേപ്പർ പ്രഷർ, ഡിക്രീസ് ഇൻ വേപ്പർ പ്രഷർ, ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു P10. P10 എന്താണ്? വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ സോൾവെന്റ് മൈനസ് P1. P1 എന്താണ്? വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ. കുറച്ച് കഴിയുമ്പോൾ കിട്ടും. Now substitute the value of P1. P1 നെ ഇവിടെ നമുക്ക് P10 into x1 കിട്ടിയിട്ടുണ്ട്. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So you will get P10 minus P10 into x1. Okay. Now P10 രണ്ട് ടേമിലും ഉള്ളതുകൊണ്ട് P10 ഞാൻ പുറത്തെടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ P10 into 1 minus x1. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സൊല്യൂഷനിൽ എത്ര കമ്പോണന്റ് ഉണ്ടെങ്കിലും ആ കമ്പോണന്റിന്റെ എല്ലാം മോൾ ഫ്രാക്ഷന്റെ സം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു യൂണിറ്റി 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ രണ്ട് കമ്പോണന്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ x1 plus x2 ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 1 minus x1 എന്തായിരിക്കും? x1 plus x2 1 ആണെങ്കിൽ 1 minus x1 എന്തായിരിക്കും? See, x1 plus x2 is equal to 1. Then 1 minus x1 കിട്ടിയത് ഏതാണ്? x2 ആണ്. സോ ഈ x ഇതിന് പകരം എന്തെന്ന് എഴുതാം? x2 എന്ന് എഴുതി. സോ ഡെൽറ്റ p is equal to P10 into x2. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഇവിടെ ഒരു കാര്യം പറയട്ടെ, ഈ x2 എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സൊല്യൂഷൻ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ടേ ആഡ് ചെയ്തുള്ളൂ എങ്കിൽ ഒരു കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. പക്ഷെ ഒന്നിലധികം നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാ കമ്പോണന്റ്സിന്റെയും മോൾ ഫ്രാക്ഷൻസ് പരിഗണിക്കുന്ന ടേമാണ് ഈ x2 എന്ന് പറയുന്നത്. അവിടെ ഇവിടുത്തെ ഈ x2 എന്ന് പറയുന്ന ടേം വരുമ്പോൾ അതിന്റെ മുഴുവൻ മോൾ ഫ്രാക്ഷൻസിനെയും നമ്മൾ ആ നോൺ വോളറ്റൈൽ സൊല്യൂട്ടിന്റെ എത്ര കമ്പോണന്റ് ഉണ്ട് ആ കമ്പോണന്റിന്റെ എല്ലാ മോൾ ഫ്രാക്ഷന്റെ ടേം നമ്മൾ പരിഗണിച്ചെഴുതുന്നതാണ് x2 എന്ന് പറയുന്നത്. ഓക്കെ, നൗ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ P10 ആണ്. അപ്പം ഇത് ചെയ്യുമ്പോഴാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ കിട്ടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു, ഞാൻ ഇവിടെ എഴുതി x2 പകരം, x2 എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ ആണ്. മോൾ ഫ്രാക്ഷൻ എങ്ങനെ നമുക്ക് കിട്ടുന്നത്? മോൾ ഫ്രാക്ഷൻ ഈസ് ദ റേഷ്യോ ഓഫ് വൺ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദ കമ്പോണന്റ്സ്. ഇവിടെ സെക്കൻഡ് കമ്പോണന്റിന്റെ ആണ് x2 എന്ന് പറയുന്നത്. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് സെക്കൻഡ് കമ്പോണന്റ്, ദാറ്റ് ഈസ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദി കമ്പോണന്റ്സ്. ഇനി നമ്മൾ പരിഗണിക്കുന്നത് ഒരു ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണെന്ന് വിചാരിക്കുക. വെരി ഡൈല്യൂട്ട് സൊല്യൂഷനിൽ സോൾവെന്റിന്റെ കോൺസെൻട്രേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ വളരെ വളരെ കുറവായിരിക്കും ഡൈല്യൂട്ട് സൊല്യൂഷനിൽ. അത്തരം കേസുകളിൽ ഡിനോമിനേറ്ററിൽ നിന്ന് നമുക്ക് N2 ഒഴിവാക്കാം. ഏത് കേസിലാണ്? ഡൈല്യൂട്ട് സൊല്യൂഷന്റെ കേസിൽ. സോൾവെന്റിന്റെ നമ്പർ ഓഫ് മോൾസുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ്
കുറവായിരിക്കും, തീരെ കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഡിനോമിനേറ്ററിൽ നിന്ന് മാത്രം ആരെ ഒഴിവാക്കാം? N2 നെ ഒഴിവാക്കാം. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ P1 നോട്ട് ഈസ് ഈക്വൽ ടു N2 ബൈ N1. ഇനി N2 എന്താണ്? എന്താണ്? നമ്പർ ഓഫ് മോൾസ്. നമ്പർ ഓഫ് മോൾസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് പറഞ്ഞത്? given mass divided by molar mass. അപ്പോൾ നമുക്ക് ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. സോ ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ P1 നോട്ട് ഈസ് ഈക്വൽ ടു N2 നെ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും? given mass W2 divided by M2 divided by W1 by M1. കിട്ടിയില്ലേ? ഇനി നമുക്ക് ഇതിനെ റീഅറേഞ്ച് ചെയ്യാം. അപ്പൊ W2 ഇൻറ്റു ഇതിന്റെ റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? ഇൻറ്റു M1 ഡിവൈഡഡ് ബൈ W1 ഇൻറ്റു M2. ഓക്കെ, ഇനി ഇതിനകത്ത് ഡെൽറ്റ പിക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഡെൽറ്റ പി എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് P10 മൈനസ് P1. Now the equation becomes P10 minus P1 divided by P10. So the equation നമുക്ക് equation കിട്ടി. ഇതാണ് നമ്മുടെ equation. P10 minus P1 divided by P10 is equal to W2 into M1 divided by W1 into M2. And what is W1 and W2? W1 എന്ന് പറയുന്നത് mass of the solvent. W2 എന്ന് പറയുന്നത് mass of solute. Then M2 molar mass of solute and M1 molar mass of solvent. ഇത് molar mass of the solute കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇവിടെ molar mass of the solute-ന്റെ ടേം എന്ന് പറയുന്നത് M2 ആണ്, molar mass of the solute. ഇനി ഇതിനകത്ത് ഏത് ടേം നമുക്കറിയില്ല എങ്കിലും ഒരു ടേം ഒഴികെ ബാക്കി എല്ലാം തന്നിട്ടുണ്ട് എങ്കിൽ അറിയില്ലാത്ത ഒരു ടേം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. So this is mainly used for the calculation of molar mass of the non-volatile solute. അപ്പോൾ എന്താണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ? അത് വെച്ച് എങ്ങനെ മോളാർ മാസ് ഓഫ് എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് കണ്ടുപിടിക്കാമെന്ന് നമ്മൾ കണ്ടു. ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം. ഈ ചാപ്റ്റർ ശരിക്കും പ്രോബ്ലം ഓറിയന്റഡ് ചാപ്റ്റർ ആണ്. ഇതിനകത്ത് നിന്ന് പ്രോബ്ലംസ് നിർബന്ധമായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾ ആണ്. ദ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ബെൻസീൻ at a certain temperature is 0.850 bar. A non-volatile, non-electrolyte solid weighing 0.5 gram when added to 39 gram of benzene, its molecular mass is 78 gram per mole. Vapor pressure of the solution then is 0.845 bar. What is the molar mass of the solid substance? Molar mass of the solid substance ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണെന്ന് മനസ്സിലാകും. ഇപ്പം 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും ബേസ് ചെയ്ത് പ്രോബ്ലം ചോദിക്കും. അപ്പോൾ ഏതാണെന്ന് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം, ഏതിന്റെ ഇക്വേഷൻ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നതിന്റെ ടേം ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ്. ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന മോളാർ മാസ് ഓഫ് ദി സൊല്യൂട്ട് ആണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു എന്താണ്, ആദ്യം നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു മോളാർ മാസ് ഓഫ് ദി സൊല്യൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഇക്വേഷൻ കണ്ടു അല്ലേ? അപ്പൊ ആ ഇക്വേഷൻ എഴുതുക. P10 മൈനസ് P1 ഡിവൈഡഡ് ബൈ P10 which is equal to W2M1 divided by W1 M2. ഇവിടെ W1 ഉം W1 എന്ന് പറയുന്നത് മാസ് ഓഫ് ദി സോൾവെന്റ്, 1 സോൾവെന്റ് ആണെങ്കിൽ 2 എന്താണ് സൊല്യൂട്ട് ആണ് എന്ന് വിചാരിക്കുക. W എന്ന് എടുത്തിരിക്കുന്ന മാസ് ആണെങ്കിൽ ക്യാപിറ്റൽ M എന്ന് പറഞ്ഞെടുത്തിരിക്കുന്നത് മോളാർ മാസ് ആണ്. ഇനി ശ്രദ്ധിച്ചോളൂ എന്തൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് നോക്കാം. വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ബെൻസീൻ, ബെൻസീൻ ആണ് ഒരു സോൾവെന്റ്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് P10. സോ P10 is 0.850 ബാർ എഴുതിയിട്ടുണ്ട്. പിന്നെ നോൺ വോളറ്റൈൽ സോളിഡിന്റെ മാസ് അതായത് W2 is 0.5 gram തന്നിട്ടുണ്ട്. അടുത്തത് when added to 39 gram of benzene. അപ്പൊ ബെൻസീൻ സോൾവെന്റ് ആണ്, സോൾവെന്റിന്റെ മാസ് W1 ആണ്, അത് 39 gram എന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ മോളാർ മാസ്, സോൾവെന്റിന്റെ മോളാർ മാസ്
M1 ആണ്, that is 78 gram per mole. ഇനി വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ, സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്താണ്? P1 ആണ്, that is equal to 0.845. ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഇവിടെ നമുക്ക് വേണ്ടത് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇതിനകത്ത് ഇല്ലാതെ എന്താണ്? M2 എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. M2 കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് ആയിട്ട് M2 ഈസ് ഈക്വൽ ടു എന്ന് എഴുതുന്നതിനേക്കാൾ എളുപ്പം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് M2 കണ്ടുപിടിക്കുന്നതാണ് എളുപ്പം. ഞാനിവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. P1 0.850, ഇവിടെ നിന്ന് മൈനസ് P1 എന്താണ്? 0.845 ഡിവൈഡഡ് ബൈ 0.850 which is equal to W2 എത്രയാണ്? 0.5 into M1 78 divided by W1 39 into M2. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 0.005 divided by 0.850 എന്ന് കിട്ടും, which is equal to ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 39 divided by 39 into M2. ഞാനിവിടെ യൂണിറ്റ് ആണ് എഴുതിയിരിക്കുന്നത്. ഇത് 2 ഗ്രാം ആണ്, ഗ്രാമും ക്യാൻസൽ ചെയ്തു പോകും. പിന്നെ ഇവിടെ ബാലൻസ് ഉള്ളത് ഗ്രാം പെർ മോൾ ആണ്, അതവിടെ കിടക്കട്ടെ, ഗ്രാം പെർ മോൾ. അപ്പൊ ഇത് 2 ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ നമുക്ക് എഴുതാം ഇതിനെ ഈ M2 നെ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ M2 into 0.005 is equal to 0.850. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 170 gram per mole. So what is the molar mass of the solid substance? That is 170 gram per mole. Okay. Now the second problem. Vapor pressure of pure water at 298 Kelvin is 23.8 millimeter mercury. 50 gram urea, that is formula കൊടുത്തിട്ടുണ്ട്, NH2CO NH2 is dissolved in 850 gram of water. Calculate the vapor pressure of water. ഞാൻ VP ന്ന് ഷോർട്ട് ഫോം എഴുതിയേക്കാണ്. Vapor pressure of water for this solution and its relative lowering. ഇത് നമ്മുടെ NCERTയിലെ ഒരു ഇൻഡെക്സ് ക്വസ്റ്റ്യൻ ആണ്, ടെക്സ്റ്റിനകത്തുണ്ട് ക്വസ്റ്റ്യൻ. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ. 2 കമ്പോണന്റ് ഉണ്ട്, വാട്ടറും യൂറിയയും. നമുക്കിവിടെ വാട്ടറിനെ 1 എന്നും യൂറിയയെ 2 എന്നും എടുക്കാം. നമുക്ക് കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കാം. അങ്ങനെയാണെങ്കിൽ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ വാട്ടർ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് P10 is equal to 23.8 millimeter mercury. Okay. 50 gram urea. Urea എന്ന് പറഞ്ഞതാണ് സെക്കൻഡ് കമ്പോണന്റ് ആണ്. സോ മാസ് തന്നിട്ടുണ്ട്, W2 is equal to 50 gram തന്നിട്ടുണ്ട്. യൂറിയയുടെ മോളിക്കുലർ മാസ് M2 സെക്കൻഡ് കമ്പോണന്റ് ആണ്. നമുക്ക് കണ്ടുപിടിക്കാം. അറ്റോമിക് മാസസ് തമ്മിൽ സം ചെയ്താൽ മതി. 2 നൈട്രജൻ 14 into 2 പ്ലസ് 4 ഹൈഡ്രജൻ പ്ലസ് 4 പ്ലസ് 12 for 1 carbon atom and plus 16 for 1 oxygen atom. അത് സം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 60 gram per mole കിട്ടും. ഇനി എന്താ തന്നിരിക്കുന്നത്? dissolved in 850 gram of water. വാട്ടറിന്റെ മാസ് തന്നിട്ടുണ്ട് ഫസ്റ്റ് കമ്പോണന്റിന്റെ. സോ W1 is equal to 850. Now molar mass of water നമുക്കറിയാം, that is 18 gram per mole. നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണ്? വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ ഫോർ ദിസ് സൊല്യൂഷൻ. ആ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ റിലേറ്റീവ് ലോവറിംഗ്, ഈ ഒരു ടേമിന്റെ വാല്യൂ എന്താണെന്നുമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിന്റെ ഒരു ഇക്വേഷൻ വെച്ച് നമ്മൾ ചെയ്തു പോരുകയായിരുന്നു. ഇപ്പോൾ സപ്പോസ് നമുക്ക് പെട്ടെന്ന് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിന്റെ ഇക്വേഷൻ മുഴുവനായിട്ട് നമുക്ക് W2ന്റെയും ഫസ്റ്റ് കമ്പോണന്റിന്റെയും സെക്കൻഡ് കമ്പോണന്റിന്റെയും മാസസ് വെച്ച് അറിഞ്ഞുകൂടെ, പെട്ടെന്ന് അറിയില്ല. പക്ഷെ നമുക്കൊന്നറിയാം, ഈ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആർക്ക് ഈക്വൽ ടു ആണെന്ന്? മോൾ ഫ്രാക്ഷനെ ഡിപ്പെൻഡ് ചെയ്താണെന്ന് അറിയാം. അപ്പം നമുക്ക് അവിടെ നിന്ന് നമുക്ക് ചെയ്ത് വേണമെങ്കിൽ തുടങ്ങാം. ഓക്കെ. സോ P10 minus P1 divided by P10 is equal to X2 അറിയാം. Now what is X2? The ratio of number of moles of one component divided by total number of moles. ഇവിടെ 2 കമ്പോണന്റ് ആണുള്ളത്, അതുകൊണ്ട് N2 divided by N1 plus N2. Now in the case of dilute solution, the number of moles of solvent compared to number of moles of solvent, the number of moles of solute is negligible. അതുകൊണ്ട് നമുക്ക് ഡിനോമിനേറ്ററിൽ നിന്ന് ഏത് ടേം ഒഴിവാക്കാം? N2 ഒഴിവാക്കാം. അങ്ങനെ നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെ എഴുതാം? N2 by N1. ഇതിട്ട് ചെയ്താലും നമുക്ക് ആൻസർ കറക്റ്റ് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. പക്ഷെ നമ്മൾ അത് ഒഴിവാക്കി ചെയ്യുകയാണ്. N2 by N1.
ഇനി N2 ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് V1 മാസ് ബൈ മോളാർ മാസ്. ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ഇപ്പൊ നമുക്ക് എങ്ങനെ കിട്ടി ഇക്വേഷൻ W2 into M1 ഡിവൈഡഡ് ബൈ M2 into W1. അതായത് ഡയറക്റ്റ് ആയിട്ട് ഈ ഇക്വേഷൻ നമുക്ക് കിട്ടിയില്ലെങ്കിലും ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്കിത് കണ്ടുപിടിച്ച് എടുക്കാം. ഓക്കെ, now substitute. Now P10 is equal to 23.8 millimeter mercury. ഇവിടെ എല്ലാം പ്രഷറിന്റെ ടേം ആയതുകൊണ്ട് ഇവിടെ യൂണിറ്റ് ഞാൻ എഴുതിയിട്ടില്ല. സോ 23.8 minus P1 divided by 23.8, that is P10 അല്ലേ, which is equal to W2 എത്രയാണ് 50 into M1 എത്രയാണ് 18 gram per mole divided by M2, again M2, what is M2, molar mass of urea 60 into W1 mass of solvent, that is 850. കാരണം നമ്മൾ എടുത്തിട്ടുണ്ട് 1 എന്നുള്ളത് വാട്ടറും 2 എന്നുള്ളത് യൂറിയയുമാണ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും, that is 0.0176, and this is the relative lowering. അതാണ് ആ റിലേറ്റീവ് ലോവറിംഗ് എന്ന് പറയുന്നത്. കാരണം ഈ ടേം സിംപ്ലിഫൈ ചെയ്ത് കിട്ടുമ്പോൾ വാല്യൂ ആണ് 0.0176, that is the relative lowering. Okay, now we can simplify from here. So ഇത് 0.0176 കിട്ടി. അപ്പോൾ ഇതിന്റെ ഡിനോമിനേറ്ററിനെ നമുക്ക് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 23.8 minus P1, which is equal to 0.0176 into 23.8. Okay, now 23.8 minus P1 ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 0.42. ഇനി നമുക്ക് മിക്കവരും ഇവിടെ വരുമ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് കാണിക്കാറുണ്ട്, P1 മൈനസ് ആണ്, അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്ന് ഇപ്പോഴും തെറ്റിക്കുന്നുണ്ട്. അത് തെറ്റിക്കരുത്. അപ്പോൾ P1 നമുക്ക് പോസിറ്റീവ് ആക്കാൻ P1 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി, റൈറ്റ് സൈഡിൽ കിടക്കുന്നത് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. 23.8 minus 0.42 is equal to P1. കൺഫ്യൂഷൻ ഉള്ളവർ ഇങ്ങനെ ചെയ്താൽ മതി, P1. സോ ഇതിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് 23.38, which is equal to P1. So that is P1 is equal to, that is the vapor pressure of the solution is equal to 23.38 millimeter mercury. Okay, ഇപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? Colligative properties which depend upon the number of solute particles and not on their nature. 4 എണ്ണം ഉണ്ടെന്ന് പഠിച്ചില്ലേ? ആ 4 എണ്ണം പഠിക്കണം. Then നമ്മൾ ഡിസ്കസ് ചെയ്ത റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, അത് വെച്ചിട്ട് മോളിക്കുലാർ മാസ് ഓഫ് ദി സൊല്യൂട്ട് കണ്ടുപിടിക്കാനും നമ്മൾ പഠിച്ചു. ആൻഡ് ദിസ് ടോപ്പിക് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പരീക്ഷയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്നുള്ള ടോപ്പിക്ക്. അതിനുള്ള പ്രോബ്ലംസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതിനു മുമ്പ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അത് നിങ്ങൾ എഴുതി ആൻസർ എഴുതി പഠിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? ഡെഫിനിഷൻ എഴുതുക. Then second question, write the names of 4 colligative properties. 4 colligative properties ന്റെ പേര്. Then third one is a problem, a simple problem. Find out the answer. Relative lowering of vapor pressure of an aqueous dilute solution of glucose is 0.018. What is the mole fraction of glucose in the solution? ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ്. അതുപോലെ നമ്മൾ ഇവിടെ വർക്കൗട്ട് ചെയ്ത 2 പ്രോബ്ലവും എക്സാമിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.